കാലങ്ങളായി ഈ വഴി ഒരു മണ്ണുവഴിയായിരുന്നു. ഞാൻ വന്നതിന് ശേഷമാണ് ഇവിടുത്തെ നമ്മുടെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ വഴി നന്നാക്കുക, വെള്ളം പോകാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത് നമ്മൾ കയറി ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആ ഒരു പദ്ധതി, ഒരു 10 ലക്ഷം രൂപേൻ്റെ പദ്ധതി നമുക്കിവിടെ നടപ്പിലാക്കി അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായില്ലെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട വഴിയുടെ വെള്ളക്കെട്ട് മാറ്റി വെള്ളം ഒഴുകി പോകുന്നൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ബാഡിയിൽ തന്നെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഈ അടുത്ത് ലേറ്റസ്റ്റായി നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ നെടിയാർ ക്ഷേത്രം. അവിടെ വലിയ വെള്ളക്കെട്ടോടു കൂടിയാണ് ആ ക്ഷേത്രം ഇരുന്നിരുന്നൊരു കോമ്പൗണ്ട്. ഇപ്പോൾ ഈ അടുത്ത ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെള്ളം ഒഴുകി പോകുന്നതിനുള്ള അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അവർ കാണ നിർമ്മിച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് അവിടുത്തെ എല്ലാവരും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കാരണം അമ്പലത്തിൽ വരുന്ന ഭക്തജനങ്ങൾ വർഷങ്ങളായി വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയിൽ നിന്ന് മാറി പുതിയ ഒരു നല്ല സ്ഥലത്ത് വരാൻ കഴിയുന്ന, അമ്പലത്തിലേക്ക് വരാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതോടെ തന്നെ നമ്മുടെ പള്ളിപ്പുറം ഈ വാർഡിൽ തന്നെ ജനങ്ങളുടെ ഏറ്റവും ആവശ്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതേപോലുള്ള കോൺക്രീറ്റ് വഴികളും കാണയും നിർമ്മിച്ച് നൽകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രധാനമായി ഈ ടാർ റോഡുകൾ ടാർ ചെയ്യുന്നതിനും ഏറ്റവും മോശമായിട്ടുള്ള വഴികളെ നല്ല ഒരു വഴികളാക്കി മാറ്റാനായിട്ട് ഈ 5 വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കുറച്ചും കൂടി തീർക്കാനുള്ള പദ്ധതികൾ അതിൻ്റെ ഫണ്ട് ഈ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ 2025-26 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യാനായിട്ട് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി നമ്മുടെ ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് വീട് നൽകുന്ന പദ്ധതി, അതിൽ ഒരു 13 പേരുടെ വീട് പണി നമുക്ക് പൂർത്തീകരിച്ച് അവർക്ക് താക്കോല് കൈമാറാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒരു 5-6 പേരുടെ എഗ്രിമെൻറ്റ് ഇപ്പോൾ പുതിയ ഫണ്ട് ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ 6 പേരുടെ എഗ്രിമെൻറ്റും വെച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ബാക്കി ആളുകളുടെയും എഗ്രിമെൻറ്റ് വെക്കുന്ന മുറക്ക് നമുക്കത് അവർക്കും ലൈഫ് വീട് ഈ വാർഡിൽ ഏതാണ്ട് 22 വീട് മൊത്തം നൽകാനുണ്ട്. അതിൽ ഏതാണ്ട് 22ഓളം വീടുകളിലെ 13 വീടുകളിലെ പണി പൂർത്തീകരിക്കുകയും ബാക്കിയുള്ള ആളുകളുടെ എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് നടപടിക്രമങ്ങൾ ആരംഭിച്ചും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഏറ്റവും പ്രധാനമായി ഈ വേലിയേറ്റം അനുഭവിക്കുന്ന ഒരു വാർഡാണ് 17. അപ്പോൾ അവിടെ വെള്ളം കയറുന്നത്, വെള്ളം കയറുന്നത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സ്ഥലത്തൊക്കെ നമുക്ക് ഈ ചീപ്പ് വെച്ചിട്ട് കലങ്ക് പണിത് ചീപ്പ് വെച്ച് വെള്ളക്കെട്ട് തടയാനായിട്ട് ചില സ്ഥലത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇനിയും കുറേ ഭാഗങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങളുമായി നമ്മൾ സർക്കാരുമായും അതിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായും അതിൻ്റെ പദ്ധതികൾ നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു 6 കോടി രൂപയുടെ പദ്ധതിയാണ് നമ്മൾ ഇവിടെ ഈ വാർഡിൽ നിന്ന് തന്നെ ഈ ഇറിഗേഷൻ വകുപ്പിനും സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. അത് പാസ്സായി വരുമെന്ന് നമ്മളെ പ്രതീക്ഷയുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ആളുകളുടെ ഒരു പരിധിവരെ നമുക്ക് വേലിയേറ്റം തടയാൻ കഴിയുന്ന സംവിധാനങ്ങൾ ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനം നമ്മുടെ ക്ഷീരകർഷകരെ സഹായിക്കാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ഇവിടെ വാർഡിൽ തന്നെ ചെയ്തു കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇനിയും തുടരേണ്ടതുണ്ട്. കാരണം ക്ഷീരോത്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം തന്നെയാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് കൂടുതൽ ആളുകൾക്ക് അത്തരത്തിലുള്ളൊരു ക്ഷീര കർഷകരെ സഹായിക്കുന്ന പദ്ധതി ഇനിയും വെച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായി ഇവിടെ 3 പൈപ്പുകൾ വന്നിട്ട് നമുക്ക് മാറ്റി ഒരു കാണ പോലെ പണിത് അതാണ്ട് 1 മീറ്റർ വീതിയുള്ള ഒരു കലങ്ക് നിർമ്മിച്ച് നൽകാനായിട്ട് പൈപ്പ് വെള്ളമിട്ട് മാറ്റി നൽകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നിലവിലുള്ള കലങ്കിനെ വികസിപ്പിച്ച് നല്ലൊരു കലങ്കാക്കി മാറ്റാനും നമുക്ക് ഈ പ്രദേശത്ത് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഏറ്റവും അടിസ്ഥാനപരമായി മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മളിപ്പോൾ 5 വർഷമായി ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കുള്ള വഞ്ചി എന്നുള്ളൊരു പദ്ധതിയുണ്ട്. അതിലൂടെ തന്നെ നമ്മുടെ ഈ വാർഡിൽ തന്നെ 5ഓളം പേർക്ക് നമുക്ക് വഞ്ചി നൽകാനായിട്ട് ഈ 4 വർഷം കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് കാര്യം തന്നെയാണ് അവരുടെ കുട്ടികളുടെ, മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് അവരുടെ മികച്ച നിലയിലേക്ക് അവരുടെ പഠനം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടുന്ന ഈ ലാപ്ടോപ്പ് ഉൾപ്പെടെ നമുക്ക് നമ്മുടെ ഈ വാർഡിൽ ഏതാണ്ട് 6ഓളം പേർക്ക് ലാപ്ടോപ്പ് നൽകാനായിട്ട് നമുക്ക് ഈ പദ്ധതിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ചെറിയ കുട്ടികൾക്ക് മേശയും കസേരയും പഠിക്കുന്ന കുട്ടികൾക്ക് മേശയും കസേരയും നൽകാനും പഠനോപകരണം നൽകാനും അതോടൊപ്പം കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് SC മേഖല.
ആ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടി അവർക്ക് വിദ്യാഭ്യാസത്തിന്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ലാപ്ടോപ്പ്, മേശയും കസേരയും, അതുപോലെ തന്നെ അവരുടെ വീട് മെയിൻ്റനൻസ്, മറ്റൊന്ന് നമ്മുടെ അവർക്ക് പഠനമുറി ഉൾപ്പെടെ നൽകി നമുക്ക് ഈ 5 വർഷ കാലയളവിൽ അവരെയൊക്കെ സഹായിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമ്മുടെ ആവശ്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും എൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ 15 വർഷം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്ന കാലഘട്ടത്തിലും അതുപോലെ ഈ 5 വർഷം പഞ്ചായത്തിൽ വൈസ് പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിലും 17-ാം വാർഡ് എന്ന വാർഡിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തി തീർക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വികസനത്തിൻ്റെ നല്ലൊരു പങ്കും നമുക്കിവിടെ നമ്മുടെ വാർഡുകളിൽ 17-ൽ എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും ഒരു വരുന്ന ഭരണസമിതിക്ക് അനുകൂലമായിട്ടുള്ളൊരു സംവിധാനങ്ങളാണ് നമുക്കിവിടെ ഉണ്ടാവേണ്ടത്. കാരണം ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിനൊരു തുടർ പ്രവർത്തനം നടത്താൻ ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു വലിയ സപ്പോർട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മുടെ ഒരു നല്ല ഒരു പ്രദേശമാണ്. കാരണം എല്ലാം കൊണ്ടും നമുക്ക് ഒത്തിണങ്ങിയൊരു വിദ്യാഭ്യാസപരമായും അതുപോലെ സാംസ്കാരികമായും എല്ലാം ഒത്തിണങ്ങിയൊരു പ്രദേശത്ത് തീർച്ചയായിട്ടും തുടർന്നുള്ള കാലങ്ങളിൽ നമ്മുടെ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുടെ ക്ഷേമവും വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ഞാൻ എൻ്റെ കാലം കഴിഞ്ഞാലും തുടർന്ന് വരുന്ന ആളുകളെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാനായിട്ട് കഴിയും. അതുപോലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇനിയും കുറച്ച് ചെയ്യാണ്ടെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ വാർഡിൽ തന്നെ ഒരു 3 പ്രദേശത്ത്, വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് അത് കൺസെൻ്റ് ഇല്ലാത്തൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്കത് നേരത്തെ ചെയ്യാൻ പറ്റുമായിരുന്നു. തീർച്ചയായിട്ടും അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അതും നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത വരുന്ന വർഷങ്ങളിൽ 25-26 വർഷങ്ങളിൽ അല്ലെങ്കിൽ 26-27 വർഷങ്ങളിൽ നമുക്കത് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഉണ്ണികൃഷ്ണൻ ഇപ്പം മെമ്പർ വന്നു ഇവിടെ ഈ വഴി തന്നെ മണ്ണ് വഴിയായിരുന്നു, ഇവിടെ വെള്ളക്കെട്ടായിരുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ വന്ന ശേഷം റോഡ് നല്ല ഇതിലായി, വെള്ളം പോകുന്ന സൗകര്യങ്ങളായി, സ്ട്രീറ്റ് ലൈറ്റെല്ലാം ലൈറ്റുകളായി. അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇവിടുത്തെ ഈ പ്രദേശത്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പൊതുവേ ഉണ്ണികൃഷ്ണൻ ഈ 17-ാം വാർഡിൽ നല്ലൊരു മെമ്പർ തന്നെയാണ്. എല്ലാവിധ കാര്യങ്ങളിലും എന്താവശ്യത്തിനും വിളിച്ചാൽ ഓടിയെത്തിയും നമ്മളൊരു കാര്യം ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി, പുള്ളി സഡൻ ആക്ഷൻ എടുക്കും. എല്ലാവർക്കും അതൊരു നല്ല പ്രയോജനമാണ്. തരിശുരഹിത ഭൂമി നമുക്ക് കുറേ നമ്മൾ കണ്ടെത്തി. നമ്മുടെ തൊഴിലുറപ്പുകാരുടെ സഹായത്തോടു കൂടി മറ്റ് ഇവിടുത്തെ കൃഷി ചെയ്യുന്ന കർഷകരുടെ സഹായത്തോടു കൂടി നമുക്ക് ഏതാണ്ട് 1 ഏക്കറോളം ഭൂമി, 1 ഏക്കറിൽ കൂടുതൽ ഭൂമി തന്നെ 1.40 വരും. അത്രയും ഭൂമി നമുക്ക് കൃഷി ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ മഴ ഒരു അനുകൂലമല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിലും ഈ കപ്പയും അതുപോലെ പയറും ഒക്കെ നട്ടുപിടിപ്പിക്കാനും മറ്റു ചില വാഴ നട്ടുപിടിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെ കുറേ ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടിയാണെങ്കിലും നമ്മുടെ പൂർണ്ണ അർത്ഥത്തിൽ ഈ മഴ നിൽക്കുന്നത് കൊണ്ട് നമുക്കത് കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ആ തരിശു ഭൂമി 1 ഏക്കർ 40 സെൻറ്റ് സ്ഥലം നമുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മുടെ തൊഴിലുറപ്പുകാരുടെ വലിയ ഒരു സഹായം പദ്ധതിയിലൂടെ നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ അതിദരിദ്രരായിട്ടുള്ള 6 കുടുംബങ്ങളാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ളത്. അവർക്ക് ഉപജീവനത്തിന് വേണ്ടി നമ്മൾ ഒരു ആൾക്ക് വഞ്ചിയും വലയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 പേർക്ക് മരുന്ന് വേണ്ട ആളുകൾക്ക് മരുന്ന് നൽകിയിട്ടുണ്ട്. കൂടാതെ അവർക്ക് ഭക്ഷണം എത്തിക്കേണ്ട 3 കുടുംബങ്ങളുണ്ട്. അവർക്ക് ഭക്ഷണം എത്തിച്ച് കൊണ്ടാണ് ഈ 6 പേരെയും നമ്മൾ സംരക്ഷിച്ച് പോന്നിട്ടുള്ളത്. കാരണം അവർക്ക് അത്തരത്തിലൊരു വിഷമതകളില്ല എന്ന് തന്നെയാണ് പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഒരു അതിദരിദ്രരായിട്ടുള്ള ഒരു കുടുംബത്തിന് വീട് വെച്ച് നൽകേണ്ടതുണ്ട്. അപ്പോൾ വീട് വെച്ച് നൽകാനായിട്ട് നമ്മൾ ലൈഫിൽ പെടുത്തി അവർക്ക് ഏറ്റവും മുൻഗണനാ ക്രമത്തിൽ നൽകിയിട്ടുള്ളതാണ്. പക്ഷേ അവർക്കത് അവരുടെ ചില സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടിട്ട് അവർക്കത് പണിയാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ലൈഫിൽ അവരുടെ മുൻഗണനാ ക്രമത്തിൽ കിടക്കുന്നതാണ്. ഇനി എപ്പോൾ വന്നാലും അവർക്കത് നൽകാൻ കഴിയുന്നൊരു സംവിധാനം നിലവിലുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യം വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ആശാപ്രവർത്തകരും അതുപോലെ തന്നെ മറ്റു ഇവിടുത്തെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ അതുപോലെ മറ്റു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ആളുകളെല്ലാം കൂടിച്ചേർന്ന് കൊണ്ട് തന്നെ ഈ നമ്മുടെ ഈ ആരോഗ്യരംഗത്ത് അതാത് സമയത്ത് വരുന്ന പ്രശ്നങ്ങൾ നേരിടുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ മഴക്കാലത്തിന് മുന്നേ വരുന്ന പ്രശ്നങ്ങൾ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് നമുക്ക് നമ്മുടെ ഈ വാർഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ വലിയ സപ്പോർട്ടാണ് ആ കാര്യത്തിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ വാർഡിൽ 16 കുടുംബശ്രീ യൂണിറ്റ് ഉണ്ട്. കുടുംബശ്രീ ഈ സ്വയം സംരംഭം എന്ന് പറഞ്ഞാൽ ചില യൂണിറ്റുകളെ നടത്തുന്നുള്ളൂ. അതുപോലെ JLG ഗ്രൂപ്പ് വഴി
സംരംഭം നടത്തുന്ന 2-3 ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു കുടുംബശ്രീയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ ഗ്രൂപ്പ് രൂപീകരിക്കുകയും അവർക്ക് ആ സഹായം കിട്ടിയതോടുകൂടി അവർക്ക് അങ്ങനെ ഒരു തൊഴിൽ കണ്ടെത്താനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മുടെ കുടുംബശ്രീയുടെ സഹോദരിമാർ 5 പേരടങ്ങുന്ന ഗ്രൂപ്പുകൾ രൂപീകരിച്ചവർ ഒരു 3 പേരാണ് അതിനകത്ത് സംരംഭകരായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് സപ്പോർട്ടിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ വളവിലുള്ള ഒരു ലത എന്ന് പറഞ്ഞ വടക്കേടത്ത് ലത എന്ന് പറഞ്ഞ ആ ഒരു ഭർത്താവ് മരിച്ച് 2 പെൺകുട്ടികളാണ്. അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വളവിൽ ആ ഒരു കട നടത്താനായിട്ട് അവർക്ക് സാധിക്കുന്നത്. നമ്മുടെ ലത നമ്മുടെ കുടുംബശ്രീയുടെ വഴി അവർക്ക് പലിശ ഏതാണ്ട് 1 വർഷത്തേക്ക് 4% പലിശ, 1 വർഷത്തേക്കാണത്. പലിശക്ക് കുറച്ച് തുക കൊടുക്കുകയും അത് അടച്ചു തീർക്കണം. അടുത്ത ഒരു സംവിധാനത്തിന് ഇപ്പോൾ കട തുടങ്ങുന്നതിന് വേണ്ടി സംവിധാനത്തിന് ഈ പലിശ ഇല്ല, തിരിച്ചടക്കുകയും വേണ്ട, ആ ഒരു സഹായം നമ്മൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ആ പുള്ളിക്കാരത്തേക്ക് അങ്ങനെ ഒരു സംവിധാനം ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കുടുംബത്തിൻ്റെ ഉപജീവനത്തിന് വേണ്ടി നമുക്ക് കുടുംബശ്രീ വഴി അവരെ സഹായിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കുടുംബശ്രീയുടെ മെച്ചപ്പെട്ട പ്രവർത്തനം. കുടുംബശ്രീ നമ്മുടെ 16 കുടുംബശ്രീകൾ നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഗുണം നമ്മുടെ നാട്ടിനുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇവിടെ 2 അംഗനവാടികളാണുള്ളത്. ഒരു അംഗനവാടിക്ക് ഈ കെട്ടിടമുണ്ട്, അതുപോലെ തന്നെ സ്ഥലമുണ്ട്, അത് നന്നായിട്ട് പ്രവർത്തിക്കുന്നു. മറ്റൊരു അംഗനവാടിക്ക് നമുക്ക് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഞാൻ വന്നപ്പോൾ തന്നെ ആ ഒരു ജ്ഞാനോദയ അംഗനവാടി എന്ന് പറഞ്ഞ അംഗനവാടിക്ക് 4 സെൻറ്റ് സ്ഥലം മേടിക്കാനുള്ള ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി പഞ്ചായത്തിൻ്റെ ഫണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സ്ഥലം വാങ്ങി. സ്ഥലം വാങ്ങിയെങ്കിലും അവിടെ ഒരു കെട്ടിടം പണിയാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ നടന്നിട്ടില്ല. MLA ഒരു 16 ലക്ഷം രൂപ തന്നെങ്കിലും ആ വർക്ക് ഏറ്റെടുക്കാൻ ആളില്ലാതെ വന്നതിൻ്റെ ഭാഗമായിട്ട് വർക്ക് ഇത്തിരി ഡിലേ വന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ഒരു നിർമ്മിതിക്കാരെ അതിൻ്റെ എഗ്രിമെൻറ്റ് വെച്ചിട്ട് ഏതാണ്ട് പൈസ കുറച്ചും കൂടി പോരാതെ വന്നതുകൊണ്ടാണ് അത് കല്ലിടാനായിട്ട് കഴിയാഞ്ഞത്. അതിനുവേണ്ടി MLA ഫണ്ടിൻ്റെ കുറച്ച് പൈസയും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫണ്ട് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആ നിർമ്മിതിക്കാരുടെ നിർമ്മാണം ഏതായാലും പഞ്ചായത്ത് ഇലക്ഷൻ മുന്നേ നടത്താൻ പറ്റില്ലെങ്കിലും MLA ഭരണ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് അതിന് കല്ലിടാനായിട്ട് കഴിയുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ വയോജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ വാർഡിൽ 2 ചേച്ചിമാരുണ്ടായിരുന്നു. ഇവിടെ ഒരു വാസന്തി ബേബി, അവരുടെ ഒരു 4 സെൻറ്റ് സ്ഥലം അവർ 2 പേരും മരിച്ചുപോയി. ഈ മരിക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി വസന്തിയുടെ സ്മാരകമായിട്ടൊരു കെട്ടിടം നിർമ്മിക്കണം, വയോജനങ്ങൾക്ക് വേണ്ടി അത് ഉപകരിക്കണം, അതുപോലെ തന്നെ കുട്ടികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ഉപകരിക്കണം. അവരുടെ ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് നമുക്ക് 4 സെൻറ്റ് സ്ഥലം പഞ്ചായത്തിന് വിട്ട് നൽകിയിട്ടുണ്ട്. ആ സ്ഥലം നല്ലൊരു ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ആവശ്യം, അതായത് വയോജനങ്ങളുടെ വൃദ്ധ വിനോദ കേന്ദ്രം ആ സ്മാരക മന്ദിരത്തിൽ നിർമ്മിക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഏതെങ്കിലും CSR ഫണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളതിനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് തുടർന്ന് വരുന്ന ആളെ കൊണ്ട് നമുക്കത് സമ്മർദ്ദം ചെലുത്തി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് വഴിയോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് വഴിയോ അങ്ങനെ നമുക്ക് MLA വഴിയോ ഒക്കെ നമുക്ക് അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുതിർന്ന പൗരന്മാർക്ക് അങ്ങനെ ഒരു നല്ലൊരു സ്ഥലം വന്നിരിക്കാനും അവരുടെ ഉല്ലാസത്തിനും അവർക്ക് കളിക്കാനും കിട്ടുന്ന സമയം പ്രയോജനപ്പെടുത്താൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഏതാണ്ട് നമ്മുടെ ഈ വാർഡിൽ എല്ലാ പോസ്റ്റുമിലും സ്ട്രീറ്റ് ലൈറ്റ് ഇപ്പോൾ നിലവിൽ ഇട്ടിട്ടുണ്ട്. എല്ലാ പോസ്റ്റുമിലും നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് വലിച്ചു തീർക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 3 പോസ്റ്റാണ് പുതിയതായിട്ട് നമ്മുടെ ഈ വർഷത്തെ പദ്ധതിയിൽ ഇട്ടിട്ടുള്ളത്. 56,000 രൂപ മുടക്കി ഇട്ടിട്ടുണ്ട്. ലൈൻ വലിച്ചിട്ടില്ല. ലൈൻ വലിച്ചു കഴിഞ്ഞാൽ അതുമ്പോഴും പഞ്ചായത്തിൻ്റെ ഒരു 27 ലൈറ്റ് നമുക്ക് പുതിയതായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഇട്ടിട്ട് ബാക്കി ഏതെങ്കിലും വെട്ടം കുറഞ്ഞ പോസ്റ്റിലേക്ക് ബാക്കിയുള്ള ലൈറ്റ് ഇടാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാ പോസ്റ്റുമേ സ്ട്രീറ്റ് ലൈറ്റ് നിലവിലുണ്ട്. ഒരു പോസ്റ്റുമേ ലൈറ്റ് ഇല്ലാത്ത പോസ്റ്റില്ല. യുവജനങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോൾ ലഹരിക്കെതിരെ നമ്മൾ ഒട്ടനവധി ക്യാമ്പയിൻ ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിൽ ജാഥ നടത്തിയിട്ടുണ്ട്. അവരെ കുറേ പിള്ളേരെ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടികൾ നടത്തിയിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ യുവജനങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ നമ്മളൊരു വശം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും മറുവശത്ത് കുറേ ആളുകൾ, കുറേ പിള്ളേർ ഏതാണ്ട് 10 വയസ്സ് മുതൽ ഒരു 20 വയസ്സ് വരെ ഇടയ്ക്കുള്ള പിള്ളേരാണ് ഇതിന് പെട്ടുപോയിട്ടുള്ളത്. അവരെ നമുക്ക് രക്ഷിച്ചുകൊണ്ടുവരേണ്ടതുണ്ട്. കൂട്ടായിട്ടുള്ള പരിശ്രമം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബോധവൽക്കരണം നടത്തുന്നു. അത് നമ്മുടെ കുടുംബശ്രീയുടെ സപ്പോർട്ടോടുകൂടി നടത്തുന്നു. ഇവിടുത്തെ റെസിഡൻസുകാരുടെ സപ്പോർട്ടോടുകൂടി അവർക്ക് വേണ്ട ബോധവൽക്കരണം അങ്ങനെ എല്ലാം നമ്മൾ നടത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇനി അത് തുടരേണ്ടതുണ്ട്. കാരണം നമ്മൾ ഒരു പക്ഷേ അവരെ നന്നാക്കി കൊണ്ടിരുന്ന ഒരു ഭാഗത്ത് വരുമ്പോൾ മറുവശത്ത് നമ്മളുടെ കയ്യിൽ നിന്ന് വേറൊരു ഭാഗത്തുള്ള കുട്ടികൾ ആ വഴിക്ക് തിരിഞ്ഞു പോകുന്നുണ്ട്. അത് സ്കൂളിൻ്റെ ഉള്ളിലല്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ അതിന് അവരെ ഈ മയക്കുമരുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് അവരതിനകത്ത് വീഴുന്നുണ്ട്.
അത് നമുക്ക് തടയപ്പെടേണ്ടതുണ്ട്. ഇനിയും നമുക്കത് ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി നമുക്ക് ചെയ്യാൻ കഴിയും. നമുക്ക് റെസിഡൻസിൻ്റെ കൂട്ടായ്മ സംഘടിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ അവരെ നമ്മൾ ഏത് പഞ്ചായത്തിൻ്റെ പരിപാടി വരുമ്പോഴും അല്ലെങ്കിൽ വാർഡിൻ്റെ പരിപാടി വരുമ്പോഴും അവരെ കൂട്ടിയണക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ളൊരു പരിപാടി സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത് നമ്മൾ ആഗ്രഹമുണ്ട്. നമ്മളെ വയോജനങ്ങളുടെ പരിപാടി തന്നെ നടത്തണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ നമ്മുടെ ഈ വാർഡിലൊരു കളിസ്ഥലം കണ്ടെത്തണമെന്നുള്ള കാര്യവും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. യുവജനങ്ങൾക്ക് വേണ്ടി ഒരു കളിസ്ഥലം കണ്ടെത്തണം. അതിനൊരു സ്ഥലവും നമ്മൾ സജഷൻ ചെയ്ത് നമ്മുടെ പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട്. ഒരു 3-3.5 ഏക്കർ വരുന്നൊരു സ്ഥലം നമുക്ക് കളിസ്ഥലം ഉണ്ടാക്കാൻ കഴിയുന്നൊരു സ്ഥലം തന്നെയാണ്. അത് പഞ്ചായത്ത് ഏറ്റെടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമുണ്ട്. അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പോൾ നമ്മുടെ പള്ളിപ്പുറം പഞ്ചായത്തിൽ തന്നെ വടക്കേറ്റത്തൊരു കളിസ്ഥലം രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിൽ നിന്ന് തൽക്കാലം പിന്നോട്ട് പോന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഒരു 1.5 കോടി രൂപ താഴെ തന്നെ പള്ളിപ്പുറം പഞ്ചായത്തിൻ്റെ വടക്കേറ്റത്ത്, അതായത് 1, 2, 3, 4 വാർഡുകളിൽ 23 വാർഡിൽ 21 വാർഡിൻ്റെ ഭാഗത്തൊക്കെ കുടിവെള്ളത്തിന് ക്ഷാമം വന്നിട്ട് ഒരു 1.5 കോടി രൂപ താഴെ തന്നെ നമ്മുടെ തനത് ഫണ്ട് എടുത്ത് ചിലവഴിച്ചതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പൈസയുടെ കാര്യത്തിൽ കുറച്ച് ഒരു ഡിലേ വന്നിട്ടുണ്ട്. തനത് ഫണ്ടാണത്. പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഫണ്ടായിരുന്നു. അത് ആ ഒരു 4 വാർഡിന് വേണ്ടി മാത്രം ഇവിടുത്തെ ഈ 23 മെമ്പർമാരിൽ ബാക്കി 19 പേരും സപ്പോർട്ട് ചെയ്തിട്ട് പള്ളിപ്പുറത്തേക്ക് നൽകാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1, 2, 3, 4, അതുപോലെ 22 വാർഡ്, എൻ്റെ കുറച്ച് ഭാഗം, അത്രയും ഭാഗത്ത് നമുക്ക് ഈ തുക നമ്മുടെ 1.5 കോടി രൂപ തൊട്ട് താഴെ പുതിയ ലൈൻ വലിക്കാനല്ലെങ്കിലും ഈ ഉള്ള ലൈൻ താത്തി അതുപോലെ 3-4 വാർഡുകളിൽ ഈ വേറെ സെപ്പറേറ്റ് പൈപ്പ് ഇട്ട് കൊടുത്ത് അതുപോലെ വാട്ടർ ടാങ്കിന് വെള്ളം അടിച്ചു കൊടുക്കുന്നൊരു അവസ്ഥ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10-30 ലക്ഷം രൂപ അതിനുവേണ്ടി മാത്രം ചിലവഴിച്ച്. അങ്ങനെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം പഞ്ചായത്തിന് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് 17-ാം വാർഡും. പഞ്ചായത്തിൽ തന്നെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ എടുത്തു പറയാനായിട്ട്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, വാട്ടറിൻ്റെ ക്ഷാമം പരിഹരിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് നമ്മുടെ കരുത്തല പമ്പ് ഹൗസ് ഉണ്ട്. പമ്പ് ഹൗസ് വാട്ടർ അതോറിറ്റിയുടെ സ്ഥലമാണ്. അവിടെ നമുക്ക് തീർച്ചയായിട്ടും വേണ്ടത് ഒരു വാട്ടർ ടാങ്കാണ്. വാട്ടർ ടാങ്കും ഒരു ഫീഡർ ലൈനും വേറെ വരണം. നിലവിലുള്ള ഒരടി വ്യാസമുള്ള പൈപ്പിൽ കൂടിയാണ് ഈ പ്രദേശത്ത് മുഴുവൻ വെള്ളം വരുന്നത്. അപ്പോൾ ഉപയോഗം കൂടുതലാണ്. പൈപ്പ് വലിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിലും ഭാവിയിലേക്ക് വന്നപ്പോൾ ആവശ്യങ്ങൾ ഏറെ വന്നപ്പോൾ നമുക്ക് ഉള്ള പൈപ്പിൽ കൂടി വെള്ളം പമ്പ് ചെയ്താൽ എത്താത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പരിഹരിച്ചു പോകാൻ വേണ്ടി ഈ കരുത്തല നമ്മുടെ പമ്പ് ഹൗസിൻ്റെ അവിടെ വാട്ടർ ടാങ്കിൻ്റെ സ്ഥലമാണ്. അവിടെ തീർച്ചയായിട്ടും ഒരു വാട്ടർ ടാങ്ക് പണിത് ഈ ഫീഡർ ലൈൻ വലിച്ച് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട്. അത് പരിഹരിച്ചെങ്കിൽ മാത്രമേ മുൻപത്തുള്ള ഒരു ശാശ്വത പരിഹാരം കാണാനായിട്ട് കഴിയുള്ളൂ. അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ഒരു ക്രിമിറ്റോറിയം. നിലവിലുണ്ട് ഒരെണ്ണം, പക്ഷെ അത് വേലിയേറ്റം വരുമ്പോൾ നമുക്കത് വലിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ പുതിയൊരു ക്രിമിറ്റോറിയം പണിയുകയും അതിലൂടെ ജനങ്ങൾക്ക് കൂടുതൽ ആവശ്യങ്ങൾ അവിടെ നിർവഹിക്കാനായിട്ട് ഈ സംസ്കാരം നടത്തുന്ന ആവശ്യങ്ങൾ നടത്താനായിട്ട് കഴിയും എന്നുള്ളതിനാണ് വിശ്വസിക്കുന്നത്. കാരണം ഓരോ വർഷം തോറും നമ്മുടെ ജലനിരപ്പ് ഉയരുന്നത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് നമ്മുടെ ശ്മശാനത്തിൽ വരുന്നുണ്ട്. അത് പരിഹരിച്ച് പോകേണ്ടതുണ്ട്. അതിനുള്ള പരിശ്രമവും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 17-ാം വാർഡ് എന്ന് വെച്ചാൽ നെടിയാറ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ഇത് കാലങ്ങളായിട്ട് മഴക്കാലമായി കഴിഞ്ഞാൽ അമ്പലത്തിൽ കണ്ണയ്ക്ക് മുകളിൽ വെള്ളമായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാന കെട്ടി ഇപ്പോൾ അമ്പലത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്തതിൽ അതിലൊരു നല്ലൊരു പരിസ്ഥിതിയാണ്ട് ഇപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം തുള്ളി വെള്ളം പോലും കെട്ടാണ്ട് കിടക്കണമെന്നുള്ളത്. അതാണ് ഞങ്ങളെ അമ്പലത്തിനെ സംബന്ധിച്ചോളം ഏറ്റവും നല്ല ഒരു ഇതായി വന്നിരിക്കണം ഭക്തജനങ്ങളെ സംബന്ധിച്ചോളം. ഇപ്പോൾ എടുത്തു പറയാനായിട്ട് ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കകാലത്ത് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഏതാണ്ട് ഒരു 3 വർഷമായി ഈ നമ്മുടെ ഹരിതകർമ്മ സേനയായിട്ട് ഇവിടുത്തെ എല്ലാവരും 100% ആളുകളും വളരെ സജീവമായിട്ട് സഹകരിക്കുന്നുണ്ട്. വളരെ സജീവമായിട്ട് അത് എടുത്തു പറയേണ്ടതുണ്ട്. എല്ലാവരും വളരെ സജീവമായിട്ട് സഹകരിച്ചതുകൊണ്ടാണ് 100% നമുക്ക് ഹരിതകർമ്മ സേന പ്ലാസ്റ്റിക് എടുക്കാനും അതുപോലെ ചെരുപ്പ് പോലുള്ള മറ്റ് തുണി പോലുള്ള പാഴ്വസ്തുക്കൾ, ബാഗ് പോലുള്ള പാഴ്വസ്തുക്കൾ അതായത് ഘട്ടങ്ങളിൽ അവർ എടുക്കുന്നുണ്ട്. അത് നമുക്ക് എടുക്കാനും വഴിവക്കിൽ നമുക്കത് നാട്ടുകാർ എന്നുള്ള നിലക്ക് ഒരാളും ഉപേക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും നമ്മളെന്ത് പറഞ്ഞാലും മൈന്യൂട്ടായിട്ടുള്ള ചില ആളുകൾ ഇപ്പോഴും നമ്മുടെ പ്രദേശങ്ങളിൽ ഉൾപ്രദേശങ്ങളിൽ
അറിയാതെ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. അതും കൂടി നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. പല ആൾക്കാരും നമ്മൾ നിയമപരമായിട്ട് അവരെ ഫൈൻ അടപ്പിക്കാനുള്ള നടപടി ചെയ്തിട്ടുണ്ട്. ഇനിയും ആ തരത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ 5 വർഷം നമ്മൾ ഭരണത്തിലേക്ക് വരുമ്പോൾ 2020 ഡിസംബർ 18 ഏതാണ്ടാണെന്ന് എൻ്റെ ഓർമ്മ, 18 നമ്മൾ ഭരണത്തിൽ കയറുന്നത്. ആ സമയത്ത് ഇവിടെ നാട്ടിൽ കോവിഡും അതുപോലെ തന്നെ അതിരൂക്ഷമായി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഭരണത്തിൽ കയറുന്നത്. വലിയ പ്രതിസന്ധി നമ്മൾ ആ സമയത്ത് നേരിട്ട പ്രതിസന്ധി നമ്മൾ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ മറികടന്ന് നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസനം അത് നാനാ തലങ്ങളിൽ നമ്മുടെ ഏജൻസികൾ, അതായത് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, നമ്മുടെ MLA ഉൾപ്പെടെ നമുക്ക് ഫണ്ടുകൾ ഇവിടെ ആവശ്യമുള്ള പഞ്ചായത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഫണ്ടുകൾ നൽകിയിട്ടുണ്ട്. അതൊക്കെ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമുക്ക് ഒട്ടേറെ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ അല്ലാതെ നമുക്ക് കിട്ടിയിരുന്നെങ്കിലും ആ തരത്തിലുള്ളൊരു ഫണ്ടുകൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആ ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട മോശപ്പെട്ട റോഡുകൾ നന്നാക്കി എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചില റോഡുകൾ ഉണ്ടെങ്കിൽ പോലും അതിപ്പോൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ വലിയ സപ്പോർട്ടോടുകൂടി നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സഹായം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് സഹായം തരേണ്ട നമ്മുടെ MP ഉണ്ട്. MP ആ കാര്യത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ എന്ത് തന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് പറയാനായിട്ട് ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല എന്ന് തന്നെ പറയാം. കാരണം അതും കൂടി ഇതിനകത്ത് ജനങ്ങൾ അറിയണമല്ലോ. കാരണം അത് അറിഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം വെച്ചാൽ ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു MP ആയാലും MLA ആയാലും ജില്ലാ പഞ്ചായത്ത് ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും വാർഡ് മെമ്പർ താഴെ. അപ്പോൾ അവരെല്ലാവരും ഇത് ചെയ്യുമ്പോൾ MPയുടെയും കൂടി ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടേണ്ടതായിരുന്നു. അത് നൽകിയിട്ടില്ല എന്നുള്ളത് വളരെ വിഷമത്തോടു കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇവരുടെ എല്ലാം ഫണ്ടുകൾ വളരെ നന്നായിട്ട് നമുക്ക് വിനിയോഗിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. MP ഉൾപ്പെടെ അല്ലെങ്കിലും MLA വരെയുള്ള ആളുകളുടെ ഫണ്ട് നന്നായിട്ട് വിനിയോഗിച്ച് ജനക്ഷേമം നടത്താനായിട്ട് ജനങ്ങളുടെ മറ്റേ വഴിയുടെ പ്രശ്നങ്ങളായാലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം സഹകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത് നമ്മുടെ സ്ഥലം വാങ്ങിക്കുക. ഞാൻ അറിയാൻ വിട്ടുപോയ കാര്യമാണ്, നമ്മുടെ സ്ഥലമില്ലാത്ത അംഗനവാടികൾക്ക് സ്ഥലം മേടിക്കാനായിട്ട് നമുക്ക് ബ്ലോക്കിൻ്റെയും അതുപോലെ നമ്മുടെ പഞ്ചായത്തിൻ്റെയും ഫണ്ടുകൾ ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ കെട്ടിടം പണിയാനായിട്ട് MLAയുടെ ഫണ്ട് സഹായകരമായിട്ടുണ്ട്. ഒട്ടേറെ ആ തരത്തിലുള്ള സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇനി നമ്മുടെ തീരദേശവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തീരദേശ മേഖലയിൽ നമുക്ക് ഈ വേലിയേറ്റത്തിൻ്റെ പ്രശ്നം ഈ വർഷക്കാലത്ത് തിരയടിച്ച് കയറുന്നത് ഓരോ ഭാഗങ്ങൾ മാറി മാറി വരികയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ജിയോ ബാഗ് വെച്ചിട്ട് കുറേയുടെ സ്ഥലത്ത് തടയിടാൻ കഴിഞ്ഞിരുന്നെങ്കിലും അതൊരു ശാശ്വത പരിഹാരമല്ല. അവിടെയൊക്കെ നല്ല ടെട്രോപോഡ് പോലുള്ള സംവിധാനങ്ങൾ വന്ന് നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. അത് മറ്റു ഭാഗത്ത് വരുന്നതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തും അത് ലഭ്യമാക്കേണ്ടതുണ്ട്. അതിൻ്റെ MPയൊക്കെ വിചാരിച്ചാൽ നടക്കുന്നൊരു സംഭവമാണ്. കാരണം വെച്ചാൽ കേന്ദ്രത്തിൻ്റെ ഒരു അനുമതിയും കൂടി കിട്ടേണ്ട, അവരുടെ ഫണ്ടും കൂടി കിട്ടേണ്ട ഒരു ആവശ്യമാണ്. അപ്പോൾ അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നാട് വളരെ നന്നാവും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതിൽ ടൂറിസം മേഖലയിൽ ഇതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നമുക്ക്. അത് ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്. ഇത് നമ്മുടെ ഇപ്പോൾ 3 കോടി ചില്ലായിരം രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ ചെറായി ബീച്ചിനാണ് അത് കൂടുതൽ തുക അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫണ്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ചെറായി ബീച്ചും വളരെ നന്നായിട്ട് ജനങ്ങൾക്ക് വന്നു പോകാൻ കഴിയുന്ന തരത്തിലേക്ക് അവിടെ വികസന പ്രവർത്തനങ്ങൾ വരുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും. അതോടൊപ്പം തന്നെ കൂടിച്ചേർക്കാനുള്ളത് ഇത്രയും കാലം 5 വർഷം ഇവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലക്ക് നാട്ടിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും വലിയ സപ്പോർട്ടോടുകൂടി തന്നെയാണ്. ആ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഈ 5 വർഷവും എനിക്ക് ഇവിടെ നടന്നു നീങ്ങാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. തുടർന്നും നമ്മുടെ വരുന്ന അത് ഏത് ജനപ്രതിനിധി വന്നാലും അവർക്ക് വലിയ സപ്പോർട്ട് ഈ 17ാം വാർഡിൽ നിന്ന് കിട്ടും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സപ്പോർട്ടോടുകൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമ്മുടെ വികസന പ്രവർത്തനത്തിൻ്റെ തുടർച്ച, കാരണം വെച്ചാൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിട്ടുള്ള മെമ്പർമാർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ തുടർച്ച ഞാൻ നടത്തിയിട്ടുള്ള പോലെ വരുന്ന ആളുകൾക്കും ആ ഒരു തുടർച്ച നടത്താനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള സപ്പോർട്ട് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും നൽകണം. അതോടൊപ്പം തന്നെ എന്നെ ഇത്രയും നാൾ സഹായിച്ചിട്ടുള്ള എന്നോടൊപ്പം സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ വാർഡിൻ്റെ പേരിൽ പ്രത്യേകം നന്ദിയും പഞ്ചായത്തിൻ്റെ ഒരു നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ്. തുടർന്നും ആ ഒരു നന്ദി ഈ പ്രവർത്തനം തുടർന്ന് വരുന്ന നമ്മുടെ എല്ലാ മെമ്പർമാർക്കും ഉണ്ടാവണം എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രത്യേകം പറയുന്നു. അതോടൊപ്പം തന്നെ ആ സപ്പോർട്ട്, വലിയ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് എല്ലാവരുടെ ഭാഗത്തുണ്ടാവണം എന്ന് മാത്രം പ്രത്യേകം പറഞ്ഞു നിർത്തുന്നു.